ഐക്യത്തിന്റെ അമരസ്മാരകമായ രാമസേതു. വിശ്വാസമുള്ളിടത്ത് അസാധ്യങ്ങൾ പോലും സാധ്യമാകും. ഐക്യമുള്ള കൈകൾ ചേർന്നാൽ സമുദ്രങ്ങൾക്കു മീതെയും പാലങ്ങൾ ഉയരും. നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമനാമ ബലാദേവ സേതുബന്ധോ ഭവൻ മഹാൻ ഐക്യവിശ്വാസ സംയുക്ത സർവകാര്യേഷു സിദ്ധിത. ശ്രീരാമനാമത്തിന്റെ ശക്തിയാലും ഐക്യവും അചഞ്ചലവുമായ വിശ്വാസവും കൊണ്ടാണ് മഹത്തായ രാമസേതു നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ ഐക്യത്തോടും വിശ്വാസത്തോടും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലെത്തും. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നലെ നമ്മൾ വിഭീഷണന്റെ ജീവിതത്തിലൂടെ ഒരു വലിയ സത്യം മനസ്സിലാക്കി. ബന്ധത്തേക്കാൾ വലുതാണ് ധർമ്മം. ഇന്ന് നമ്മൾ രാമായണത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവങ്ങളിലൊന്നിലേക്ക് കടക്കുകയാണ്. രാമസേതു. ഭാരതത്തിൽ നിന്ന് ലങ്കയിലേക്ക് വിശാലമായ സമുദ്രത്തിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചു. ഇത് വെറും കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പാലമല്ല, വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും അധ്വാനത്തിന്റെയും പാലമാണ്. സീതാദേവിയെ രക്ഷിക്കണമെങ്കിൽ ശ്രീരാമനും വാനരസേനയ്ക്കും സമുദ്രം കടക്കണം. മുന്നിൽ അനന്തമായ ജലരാശി, പിന്നിൽ കാത്തിരിക്കുന്ന പ്രതീക്ഷ. എന്തു ചെയ്യണമെന്ന് എല്ലാവരും ആലോചിച്ചു. ശ്രീരാമൻ ആദ്യം സമുദ്രദേവനോട് പ്രാർത്ഥിച്ചു. മൂന്ന് ദിവസം ക്ഷമയോടെ കാത്തിരുന്നു. അപ്പോൾ സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടു. നളന്റെയും നീലന്റെയും സഹായത്തോടെ പാലം നിർമ്മിക്കാമെന്ന് ഉപദേശിച്ചു. വാനരസേന കല്ലുകളും പാറകളും മരങ്ങളും കൊണ്ടുവന്നു. എല്ലാവരും ഒന്നായി അധ്വാനിച്ചു. രാജാവും സാധാരണ സൈനികരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഓരോരുത്തരും തങ്ങൾക്ക് കഴിയുന്ന സേവനം ചെയ്തു. അവിടെയാണ് രാമായണം ഒരു വലിയ സന്ദേശം നൽകുന്നത്. ഒരു വലിയ ലക്ഷ്യം നേടണമെങ്കിൽ എല്ലാവരുടെയും പരിശ്രമം ആവശ്യമാണ്. ജനപ്രിയമായ ഒരു വിശ്വാസമുണ്ട്. ശ്രീരാമ എന്ന നാമം എഴുതിയ കല്ലുകൾ വെള്ളത്തിൽ പൊങ്ങി എന്നാണ്. വാൽമീകി രാമായണത്തിൽ ഇത് ഇത്തരത്തിൽ വിശദമായി പറയുന്നില്ലെങ്കിലും ഭക്തി പാരമ്പര്യത്തിൽ ഈ കഥ വളരെ സ്നേഹത്തോടെ പറയപ്പെടുന്നു. ഈ കഥയുടെ സന്ദേശം അതിമനോഹരമാണ്. ദൈവനാമം മനുഷ്യന് ആത്മവിശ്വാസവും പ്രത്യാശയും നൽകുന്നു. ഈ സന്ദർഭത്തിൽ ഒരു ചെറിയ കഥ ഓർക്കാം. ഒരു ദിവസം ചെറിയൊരു അണ്ണാൻ പാലം പണിയുന്ന വാനരന്മാരെ കണ്ടു. തനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. കടൽ വെള്ളത്തിൽ നനഞ്ഞ് മണലിൽ ഉരുണ്ട ശേഷം ശരീരത്തിൽ പറ്റിയ മണൽ പാലത്തിലേക്ക് കൊണ്ടുവന്നു. ചില വാനരന്മാർ അതുകണ്ട് ചിരിച്ചു. പക്ഷേ ശ്രീരാമൻ അണ്ണാനെ സ്നേഹത്തോടെ എടുത്ത് തലോടി. ആ തലോടലിന്റെ അടയാളമായാണ് അണ്ണാന്റെ പുറത്ത് 3 വരകൾ ഉണ്ടായതെന്നാണ് ജനപ്രിയ വിശ്വാസം. ഈ കഥ ചരിത്രമാണോ എന്നതല്ല പ്രധാനമായത്, ഇത് പറയുന്ന സന്ദേശമാണ് പ്രധാനം. സേവനത്തിന് വലുപ്പമില്ല, ചെയ്യുന്ന മനസ്സിനാണ് വില. ഈ സന്ദർഭത്തിൽ മഹാഭാരതത്തിലെ ഒരു സംഭവം കൂടി ഓർക്കാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ഒറ്റയ്ക്ക് യുദ്ധം ജയിച്ചില്ല. ഭീമന്റെ ശക്തിയും യുധിഷ്ഠിരന്റെ ധർമ്മബോധവും നകുലന്റെയും സഹദേവന്റെയും പിന്തുണയും ശ്രീകൃഷ്ണന്റെ മാർഗനിർദ്ദേശവും എല്ലാം ചേർന്നപ്പോഴാണ് വിജയം സാധ്യമായത്. അതുപോലെ തന്നെയായിരുന്നു രാമസേതു. ഒരാളുടെ ശക്തി കൊണ്ടല്ല, എല്ലാവരുടെയും ഐക്യം കൊണ്ടാണ് അസാധ്യം സാധ്യമായത്. ഇന്നത്തെ സമൂഹത്തിലും ഇത് എത്ര സത്യമാണ്. ഒരു കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണം. ഒരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ ഓരോ ജീവനക്കാരന്റെയും അധ്വാനം വേണം. ഒരു രാജ്യം വളരണമെങ്കിൽ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വ ബോധം വേണം. ഒരുമയുള്ളിടത്ത് അസാധ്യങ്ങൾ പോലും സാധ്യമാകും. എന്നൊരു നിമിഷം ചിന്തിക്കൂ. ഞാൻ ഒരു പാലം പണിയുന്ന ആളാണോ, അല്ലെങ്കിൽ മതിലുകൾ പണിയുന്ന ആളാണോ? ഞാൻ കുടുംബങ്ങളെ കൂട്ടിയിണക്കാറുണ്ടോ, അതോ അകറ്റാറുണ്ടോ? ഞാൻ സ്നേഹം വളർത്താറുണ്ടോ, അതോ ഭിന്നത വളർത്താറുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നാം ആത്മാർത്ഥമായി ഉത്തരം പറയണം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ ഞാൻ ഐക്യം വളർത്തും.
ചെറിയ സേവനങ്ങളെയും വിലമതിക്കും. ഒരുമയുടെ ശക്തിയിൽ വിശ്വസിക്കും. എന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയും. കാരണം മനുഷ്യരെ വേർപെടുത്തുന്നത് എളുപ്പമാണ്, ഹൃദയങ്ങളെ കൂട്ടിയിണക്കുന്നതാണ് യഥാർത്ഥ മഹത്വം. നാളത്തെ വീഡിയോയിൽ നാം രാമായണത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. രാമരാവണ യുദ്ധം. ഇത് രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധമായിരുന്നു? അല്ല, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ശാശ്വത പോരാട്ടമായിരുന്നു. ആ യുദ്ധം ഇന്നും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ തുടരുന്നു? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കൂ. ഈ കർക്കടക മാസത്തിൽ ശ്രീരാമന്റെ ധർമ്മവും ഹനുമാന്റെ സേവന മനോഭാവവും വാനരസേനയുടെ ഐക്യവും നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം.